അമ്പലപ്പുഴയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇപ്പോൾ ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. എച്ച് സലാം LDFന്റെ സ്ഥാനാർത്ഥി എച്ച് സലാം എത്തുകയാണ്. ഇരുവരും നേർക്കുനേർ വരുന്ന ഒരു ദൃശ്യം കൂടിയാണ് നമുക്ക് മുൻപിലേക്ക് വരുന്നത്. കൈ കൊടുത്തു, ഇരുവരും കണ്ടു കൈ കൊടുത്ത് കൂടുതൽ സംസാരത്തിലൊന്നുമില്ല, കണ്ട് കൈ കൊടുത്ത് അവിടെ നീങ്ങുകയാണ്. എച്ച് സലാം വർഗവഞ്ചകൻ എന്നുള്ളതാണ് ജി സുധാകരനെ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളൊക്കെയും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തിരുത്തുമെന്നുള്ള പ്രതീക്ഷ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും തിരുത്താൻ ജി സുധാകരൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം അവിടെ മുല്ലപ്പൂ മാലയൊക്കെ ഇട്ടിരിക്കുന്നു. അതിനിടയിലാണ് നിലവിലത്തെ MLA-യും LDFന്റെ നിലവിലത്തെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള എച്ച് സലാം എത്തുന്നത്. എച്ച് സലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. നമ്മൾ ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത്. അമ്പലപ്പുഴയിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലൊക്കെ തന്റെ സ്വാധീനമുണ്ടാവും, താൻ പ്രസംഗിക്കാനായി ചെല്ലുമെന്നൊക്കെ ജി സുധാകരൻ സൂചിപ്പിച്ചിരുന്നു. എച്ച് സലാമിന്റെ ഭൂരിപക്ഷം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ജി സുധാകരൻ ഇന്ന് നമുക്ക് ഈ രണ്ട് ബോക്സുകളിലായി രണ്ട് ദൃശ്യങ്ങൾ കാണിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എച്ച് സലാമിനൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ആളാണ് ജി സുധാകരൻ. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം വിവരങ്ങളുമായിട്ടുണ്ട്. ശ്യാം, ഇത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് എന്നതിൽ ഒരു സംശയമല്ല. നേരത്തെ ജി സുധാകരൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊക്കെ ഇനി വരും തലമുറ പഠിക്കേണ്ടത് കൂടി വിഷയങ്ങളായി മാറുന്നതാണ്. നിലവിലിപ്പോൾ രണ്ടുപേരും കാണുമ്പോൾ പരസ്പരം ചിരി നൽകിയോ? തീർച്ചയായിട്ടും, അതായത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു വലിയ മണ്ഡലമായിട്ട് അമ്പലപ്പുഴ മാറുകയാണ്. ഇതാ അല്പം മുമ്പാണ് എച്ച് സലാം ഇവിടെ പത്രിക നൽകാനായിട്ട് എത്തിച്ചേർന്നത്. എച്ച് സലാം പത്രിക നൽകി തിരികെ മടങ്ങുമ്പോഴാണ് പത്രിക നൽകാൻ വേണ്ടി എത്തിയ ജി സുധാകരൻ അവിടെ കാത്തു നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണ ഒരേ ആൾക്കാർ ഒരുമിച്ച് പത്രിക നൽകാൻ വന്നവർ ഇന്ന് പരസ്പര വൈരുദ്ധ്യമായി മത്സരിക്കുന്ന ഒരു കാഴ്ച അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അല്പം മുമ്പ് നടന്നത്. എന്തായാലും എച്ച് സലാം വന്ന ജി സുധാകരനെ കാണുന്നു, ജി സുധാകരനുമായി നേരിട്ട് ഹസ്തദാനം നൽകി മടങ്ങുന്നു. പക്ഷേ പരസ്പരം ഇരുവരും ഒന്നും സംസാരിച്ചില്ല. ഇനി രണ്ടുപേരും എതിർചേരിയിലാണ്. സ്വാഭാവികമായിട്ടും രണ്ടുപേരും പത്രിക സമർപ്പിക്കാൻ വന്നതാണ്. എച്ച് സലാം പത്രിക സമർപ്പിച്ച് തിരികെ മടങ്ങുമ്പോഴാണ് ജി സുധാകരൻ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. അങ്ങനെയാണ് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇടയായത്. അങ്ങനെ ആ കൂടിക്കാഴ്ചയിൽ പരസ്പരം രണ്ടുപേരും ഹസ്തദാനം നൽകി മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട് ഇനി അമ്പലപ്പുഴ മാറുകയാണ്. ഇക്കാലം അത്രയും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്ന ജി സുധാകരൻ ഇതാ ജനകീയ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ച. അവിടെ ഇന്ന് വലിയ ചുടുകാടേക്ക് പോകുന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയ ചുടുകാടക്കം അത് പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹത്തിന് വേണ്ടി UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ, അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ ആനയിച്ച് കൊണ്ടുവന്നത്. എന്തായാലും പത്രിക സമർപ്പിക്കാനായിട്ട് അദ്ദേഹം വരണാധികാരിക്ക് മുമ്പാകെ കയറിയിട്ടുണ്ട്. അമ്പലപ്പുഴ വരണാധികാരിക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കുന്നത്. എച്ച് സലാം പത്രിക സമർപ്പിച്ച് തിരികെ മടങ്ങുന്നു. പത്രിക സമർപ്പിക്കാനായിട്ട് ജി സുധാകരൻ എത്തുന്നു. അവിടെ വെച്ചാണ്, ഈ കളക്ടറേറ്റ് മുന്നിൽ വെച്ചാണ് ആ ഒരു വൈരുദ്ധ്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു സംഗമം നമുക്ക് കാണാനായത്. എന്തായാലും രണ്ടുപേരും പരസ്പരം ഹസ്തദാനം ചെയ്തു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകകരമായ കാര്യം. ഇനി ആ പോർ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആര് ജയിക്കും എന്നത് അമ്പലപ്പുഴയിലെ ജനതയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും ഏപ്രിൽ 9 നടക്കുന്ന ആ പോരാട്ടം സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് അമ്പലപ്പുഴ ഇനി അങ്ങോട്ട് മാറും. അമ്പലപ്പുഴയുടെ രാഷ്ട്രീയ ചൂട് ഇനി അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും കനത്ത വെയിലുണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം വെല്ലുന്ന ഒരു രാഷ്ട്രീയ ചൂടിലേക്ക് അമ്പലപ്പുഴ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരസ്പരം പോരടിക്കുന്ന രണ്ടുപേർ, അതായത് ഇന്നലെ വരെ ഒരുമിച്ച് ഒരു മുന്നണിയിൽ എച്ച് സലാമിന് വേണ്ടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ പ്രവർത്തിച്ചതാണ്. ജി സുധാകരനൊപ്പം പത്രിക നൽകാൻ വന്നതാണ്. ഇന്ന് അവർ തമ്മിൽ പരസ്പരം മത്സരിക്കുമ്പോൾ ഇതാ ഒരു വ്യത്യസ്തമായ ഒരു കൗതുകരമായ ഒരു കാഴ്ച കൂടി ഉണ്ടായി. അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ ഒരു ഹസ്തദാനം നടന്നു. ഇനി പോരാട്ടം രണ്ടുപേർ തമ്മിലാണ്. ജനകീയ സ്വതന്ത്രനായ ജി സുധാകരൻ വേഴ്സസ് CPIM സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി എച്ച് സലാം. അഭിമാന പോരാട്ടം. CPM-ന്റെ തൊഴിലാളി പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ള മണ്ണിൽ പാർട്ടിയുടെ ആലപ്പുഴ CPM എന്ന് പറയുന്നത് അത് അത്രമാത്രം ശക്തിയുള്ള പാർട്ടി സംവിധാനമാണ്. അവിടെയാണ് ഈ അഭിമാന പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ പരസ്പരം ഹസ്തദാനം നൽകിയിട്ടുണ്ട്. അമ്പലപ്പുഴ ഇനി ആർക്ക് സലാം ചൊല്ലും എന്നുള്ളതാണ്
നമ്മൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എച്ച് സലാമിനെ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നായിരുന്നു ജി സുധാകരൻ വിശേഷിപ്പിച്ചിരുന്നത്. ആ തലത്തിലാണ് അദ്ദേഹം സലാമിനെതിരെയിട്ടുള്ള വിമർശനം ഉന്നയിച്ചത്. അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ മക്കളുടെ ഗുണമറിയാം എന്നുള്ള തലത്തിലായിരുന്നു. ഇതിനുള്ള മറുപടി സലാമിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വഞ്ചകൻ എന്നു തന്നെയാണ് ആവർത്തിച്ച് എല്ലാ നേതാക്കളും, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ പിണറായി വിജയൻ വരെ, പാർട്ടി സെക്രട്ടറി വരെ നിലവിൽ ജി സുധാകരനെതിരെ പറഞ്ഞു വെക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നതുൾപ്പെടെ അദ്ദേഹം പറഞ്ഞിരുന്നു.